Hi all, today I'm going to take the topic stress and stresses. നമ്മൾ ഇന്ന് സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് സ്ട്രെസ് ആൻഡ് സ്ട്രെസ്സേഴ്സ്. ഹെൽത്ത് സൈക്കോളജിയിൽ നിങ്ങൾ ഈ സെയിം ടോപ്പിക് തന്നെ പഠിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് എന്താണെന്ന് നോക്കാം. സ്ട്രെസ്. In time, stress has been used to refer both to the adjustive demands placed on an organism and to the organism's internal biological and psychological response to such demands. ഒരു ഇൻഡിവിജ്വലിനുണ്ടാവുന്ന ഒരു ഓർഗാനിസത്തിനുണ്ടാവുന്ന ഒരു പർട്ടിക്കുലർ ഡിമാൻഡ്സിനെയാണ് അല്ലെങ്കിൽ ആ ഒരു ഓർഗാനിസത്തിന് മേലുണ്ടാകുന്ന ഡിമാൻഡ്സുകളെയും ആ ഡിമാൻഡ്സ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഇൻറ്റേർണൽ ബയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ റെസ്പോൺസിനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. സിംപ്ലി പറയുവാണെങ്കിൽ നെഗറ്റീവ് ഇമോഷണൽ എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നെഗറ്റീവ് ഇമോഷണൽ എക്സ്പീരിയൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു സ്ട്രെസ് ഉണ്ടാക്കുന്നതിന് കാരണമായിട്ടുള്ളൊരു കാര്യമുണ്ട്, അതിനെയാണ് സ്ട്രെസ്സസ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ ഈവൻറ്റ്സ് ഇറ്റ് സെൽഫ് കോൾഡ് സ്ട്രെസ്സസ്. ഇവിടെ ആ ഒരു അഡ്ജസ്റ്റീവ് ഡിമാൻഡിനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് അതിനെ മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ടെക്നിക്കുകളെയാണ് കോപ്പിംഗ് സ്ട്രാറ്റജീസ് എന്ന് വിളിക്കുന്നത്. കനേഡിയൻ ഫിസിയോളജിസ്റ്റായ ഹാൻസെയ്ലി നമ്മുടെ സ്ട്രെസ്സിനെ രണ്ട് ടൈപ്പായിട്ട് പറയുന്നുണ്ട്. ഒന്ന് ഡിസ്ട്രെസ് ആൻഡ് യൂസ്ട്രെസ്. യൂസ്ട്രെസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവായുള്ള സ്ട്രെസ്സിനെയാണ് യൂസ്ട്രെസ് എന്ന് പറയുന്നത്. നെഗറ്റീവ് സ്ട്രെസ്സിനെ ഡിസ്ട്രെസ് എന്ന് വിളിക്കുന്നു. അപ്പം എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ യൂസ്ട്രെസ്സിന് എക്സാമ്പിൾസ് പറയുവാണെങ്കിൽ മാരേജിൻ്റെ ടൈമിലൊക്കെ നമുക്കുണ്ടാകുന്ന ഒരു സ്ട്രെസ് ഉണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ എക്സാമിൻ്റെ ടൈമിലുണ്ടാകുന്ന സ്ട്രെസ്, ചെറിയ ചെറിയ സ്ട്രെസ്, എക്സാമിൽ പഠിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന സ്ട്രെസ്സുകളുണ്ട്. അതിനൊക്കെയാണ് യൂസ്ട്രെസ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഫിസിയോളജിക്കലി ഹാം ആവുന്നില്ല. ഇനി നെഗറ്റീവ് സ്ട്രെസ്, ഡിസ്ട്രെസ് എന്ന് പറയുമ്പോൾ, നെഗറ്റീവ് സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു റിലേറ്റീവ് മരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്നൊരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ്, ആ ഫ്യൂണറൽ ടൈമിലുണ്ടാകുന്ന സ്ട്രെസ്സ്, അതുപോലെ തന്നെ എന്തെങ്കിലും രോഗങ്ങളുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ്സിനെയൊക്കെയാണ് ഡിസ്ട്രെസ് എന്ന് വിളിക്കുന്നത്. അപ്പം ഈ ഡിസ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഫിസിയോളജിക്കലി ആൻഡ് സൈക്കോളജിക്കലി ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട്. ഇനി കാറ്റഗറീസ് ഓഫ് സ്ട്രെസ്സസ് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഒന്ന് ഫ്രസ്ട്രേഷൻസ്, കോൺഫ്ലിക്റ്റ്, പ്രഷർ. 3 കാറ്റഗറി ആയിട്ടാണ് സ്ട്രെസ്സസിന് തിരിച്ചിരിക്കുന്നത്. ഫ്രസ്ട്രേഷൻ കൊണ്ടുണ്ടാവാം, ചിലപ്പോൾ കോൺഫ്ലിക്റ്റ് കൊണ്ടുണ്ടാവാം, ഇല്ലെങ്കിൽ പ്രഷർ ആയിരിക്കാം നമ്മുടെ സ്ട്രെസ്സറായിട്ട് ആക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ഫ്രസ്ട്രേഷൻസ്. Frustrations when a person striving athwart either by obstacles that blocks progress toward desired goal or by the absence of an appropriate goal, frustration occurs. ഫ്രസ്ട്രേഷൻ എപ്പോഴാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്തു, അതിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നമുക്ക് ഫ്രസ്ട്രേഷൻസ് ഉണ്ടാകുന്നത്. ഇല്ലെങ്കിൽ ഒരു കാര്യത്തിൽ നമുക്ക് ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റാത്ത ടൈമിൽ, ചില സിറ്റുവേഷനിൽ നമുക്ക് ചില തീരുമാനങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല, അപ്പോൾ നമുക്കുണ്ടാകുന്നതിനെയാണ് ഫ്രസ്ട്രേഷൻസ് എന്ന് പറയുന്നത്. അതൊക്കെ ഒരു സ്ട്രെസ്സിന് കാരണമാകുന്ന ഫാക്ടറാണ്. അതുപോലെ തന്നെ ഫ്രസ്ട്രേഷൻസ് ക്യാൻ ബി പർട്ടിക്കുലർലി ഡിഫിക്കൾട്ട് ഫോർ എ പേഴ്സൺ ടു കോപ്പ് വിത്ത് ബിക്കോസ് ദേ ഓഫൺ ലീഡ്സ് ടു സെൽഫ് ഡിവാലുവേഷൻ, മേക്കിംഗ് ദ പേഴ്സൺ ഫീൽ ദാറ്റ് ഹി ഓർ ഷി ഹാസ് ഫെയിൽഡ് ഇൻ സം വേ ഓർ ഇൻകോമ്പീറ്റൻറ്റ്. അത് ഫ്രസ്ട്രേഷൻസ് എന്ന് പറയുന്നത് അതിനോട് കോപ്പ് ചെയ്യാൻ വേണ്ടി ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാരണം ആ സമയത്ത് അവരൊരു സെൽഫിനെ തന്നെ ഡിവാലുവേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യവും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കോമ്പീറ്റൻ്റ് അല്ല എന്നൊരു ചിന്താഗതി ഉണ്ടാകുന്നു. ഇതിനെയാണ് ഫ്രസ്ട്രേഷൻസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ലൈഫായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന എക്സാമ്പിൾസ് വെച്ചിട്ട് നമുക്ക് ഫ്രസ്ട്രേഷന് നമുക്ക് എഴുതി വെക്കാം. ഇനി 2ഉം 3ഉമാണ് കോൺഫ്ലിക്റ്റ് ആൻഡ് പ്രഷേഴ്സ്. കോൺഫ്ലിക്റ്റ് എപ്പോഴാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ, 2 നീഡുകൾ അല്ലെങ്കിൽ മോട്ടീവ്സ് ഒരുമിച്ച് വരുന്ന, മോട്ടിവേഷൻസ് ഒരുമിച്ച് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരുമിച്ച് ഒക്കർ ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന സ്ട്രെസ്സിനെ അല്ലെങ്കിൽ ആ ഒരു ടൈമിനെയാണ് നമ്മൾ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഈ കോൺഫ്ലിക്റ്റ് നമുക്ക് സ്ട്രെസ്സിന് കാരണമാകുന്നു. പ്രഷർ അതുപോലെ തന്നെ അത് ഒരു എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ, കോൺഫ്ലിക്റ്റിന് എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ, നമ്മൾക്ക് മാരേജൊക്കെ കഴിഞ്ഞു, നമുക്ക് ജോബും ഒരുമിച്ച് കൊണ്ടുപോകണം, അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കണം. അപ്പോൾ 2 നീഡുകൾ ഒരുമിച്ച് വരുവാണ്. ആ ടൈമിൽ നമുക്ക് എന്താ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. ഇനി പ്രഷർ എന്ന് പറയുന്നത്, പ്രഷർ സ്ട്രെസ് മേ സ്റ്റെം നോട്ട് ഓൺലി ഫ്രം ദ ഫ്രസ്ട്രേഷൻസ് ആൻഡ് കോൺഫ്ലിക്റ്റ് ബട്ട് ഓൾസോ ഫ്രം പ്രഷേഴ്സ് ടു അച്ചീവ് സ്പെസിഫിക് ഗോൾസ് ഓർ ബിഹേവ് ഇൻ പർട്ടിക്കുലർ വേസ്. പ്രഷർ എപ്പോഴാണ് വരുന്നത്? കോൺഫ്ലിക്റ്റിൽ നിന്നും ഫ്രസ്ട്രേഷനിൽ നിന്നും മാത്രമല്ല നമ്മുടെ ഒരു പ്രഷർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഫ്രസ്ട്രേഷൻ ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് മാത്രമല്ല നമുക്ക് പ്രഷർ ഫീൽ ചെയ്യുന്നത്. എപ്പോഴൊക്കെയാണ്? നമ്മളൊരു സ്പെസിഫിക് ഗോൾ അച്ചീവ് ചെയ്യുന്ന സമയത്തും, അതുപോലെ തന്നെ
ഒരു പർട്ടിക്കുലർ വേയിൽ നമുക്ക് ബിഹേവ് ചെയ്യേണ്ടി വരുന്ന സമയത്തുമാണ് നമുക്ക് പ്രഷർ ഉണ്ടാകുന്നത്. നമുക്കിപ്പോൾ ഒരു ജോലി മേഖലയിൽ ബാങ്കിങ് മേഖലയൊക്കെ നമുക്ക് നോക്കുവാണെങ്കിൽ ബോസിൻ്റെ അടുത്ത് നിന്നുള്ള സ്ട്രെസ്, ഒരു പ്രഷർ ഉണ്ടാകും. നമുക്ക് ഈ ഒരു കാര്യം ചെയ്തു തീർക്കണം, അല്ലെങ്കിൽ ഗോൾ അറ്റൈൻ ചെയ്യണം എന്നുള്ള ഒരു സ്ട്രെസ് ഉണ്ടാവും. അപ്പോൾ ഈ ഇതിനെയാണ് നമ്മളെന്ത് പ്രഷർ എന്ന് പറയുന്നത്. ഇൻ ജനറൽ പ്രഷർ ഫോഴ്സ് അസ് ടു സ്പീഡ് അപ്പ്, ഇൻറ്റൻസിഫൈ എഫേർട്ട് ഓർ ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് ഗോൾ ഓറിയൻറ്റഡ് ബിഹേവിയർ. അതായത് ഒരു പർട്ടിക്കുലർ ടാർഗറ്റ് അച്ചീവ് ചെയ്യണമെന്ന് നമുക്ക് എന്തായാലും മേലുന്നൊരു താക്കീതുണ്ടാവും. അത് അച്ചീവ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ നമ്മുടെ പേയ്മെൻറ്റ് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും. അപ്പം ഈ ഒരു പ്രഷർ നമുക്ക് എന്തിനു കാരണമാകും? സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷന് കാരണമാകുന്നു. നമ്മളെല്ലാവരും കുഞ്ഞു കുഞ്ഞു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ, അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു പ്രഷറബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കടന്നു പോകുന്നത്. ഇത് മൂന്നുമാണ് നമ്മുടെ സ്ട്രെസ്സേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ എക്സാമ്പിൾ വെച്ചിട്ട് എഴുതിയാൽ മതി. ഇനിയാണ് സ്ട്രെസ് ഡിസോർഡേഴ്സ്. മെയിനായിട്ട് 2 സ്ട്രെസ് ഡിസോർഡേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡറും അതുപോലെ തന്നെ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡർ എന്ന് പറയുന്നത് ഇസ് എ ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് സച്ച് ആസ് സ്ട്രെസ്, ഫീലിംഗ് സാഡ് ഓർ ഹോപ്പ്ലെസ്നെസ് ആൻഡ് ഫിസിക്കൽ സിംറ്റംസ് ദാറ്റ് ക്യാൻ ഒക്കർ ആഫ്റ്റർ യു ഗോ ത്രൂ എ സ്ട്രെസ്ഫുൾ ലൈഫ് ഇവൻറ്റ്. അതായത് നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് ആണ്. സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഫീലിങ്സ് ഉണ്ടാവും, ഹോപ്പ്ലെസ്നെസ് ഉണ്ടാവും, സാഡ് ഫീലിങ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ആൻഡ് ഫിസിക്കൽ സിംറ്റംസ് ദാറ്റ് ക്യാൻ ഒക്കർ ആഫ്റ്റർ യു ഗോ ത്രൂ എ സ്ട്രെസ്ഫുൾ ലൈഫ് ഇവൻറ്റ്. ആ ഒരു സ്ട്രെസ്ഫുൾ ലൈഫ് ഇവൻറ്റ് ഉണ്ടാകുന്ന സമയത്ത്, നമ്മൾ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് ഫിസിക്കലായിട്ടുള്ള സിംറ്റംസ് നമുക്ക് കാണാൻ സാധിക്കും. The symptoms occur because you are having a hard time coping. Your reaction is stronger than expected for the ടൈപ്പ് ഓഫ് ഈവൻറ്റ് ദാറ്റ് ഒക്കർ. അതായത് ഇപ്പോൾ ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡർ ഉണ്ടാവാനുള്ള ഒരു കാരണം, അല്ലെങ്കിൽ എന്താണ്, നമുക്ക് കോപ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. ആ ഒരു സിറ്റുവേഷനോട് കോപ്പ് ചെയ്യാൻ പറ്റാത്തതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഇവൻറ്റിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിരിക്കും ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത്, നമ്മുടെ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഹോസ്റ്റൽ ലൈഫിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ, ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ പേരൻസിനോട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ, അങ്ങനെ കുറേ അഡ്ജസ്റ്റ്മെൻറ്റ്, നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള തലങ്ങൾ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡേഴ്സ് വരാൻ സാധിക്കും. അടുത്തതാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. PTSD എന്നാണ് നമ്മൾ ഷോർട്ടായിട്ട് വിളിക്കുന്നതിനെ. ഷെൽ ഷോക്ക് എന്നും അതുപോലെ തന്നെ ബാറ്റിൽ ഫെറ്റിക് സിൻഡ്രോം എന്നും ഇത് അറിയപ്പെടുന്നു. It is a serious condition that can develop after a person has experienced or witnessed a traumatic or terrifying event in which a serious physical harm occurred or was threatened. ഇപ്പോഴാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഉണ്ടാകുന്നത്. ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള ഈവൻറ്റ് സംഭവിച്ചു, അതിനുശേഷം നമുക്ക് ഉണ്ടാകുന്ന ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനെയാണ് നമ്മൾ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് വിളിക്കുന്നത്. ഇവിടെ പറയുന്ന എക്സ്പീരിയൻസ് ചെയ്യുക, അതായത് നമുക്ക് എങ്ങനെയാണ് നമുക്കൊരു സിംറ്റംസ് എന്ന് പറയുന്നത്, ഒരു ആക്സിഡൻ്റ് ഒക്കെ സംഭവിച്ചാൽ നമുക്ക് അത് തന്നെ വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യുക, അതുപോലെ നെഗറ്റീവ് തോട്ട് ഉണ്ടാവുക, അതുപോലെ തന്നെ ഹൈപ്പറായിട്ട് എറോസ്ഡ് ആവുക, ഇതൊക്കെയാണ് അവോയ്ഡൻസ് കാണിക്കുക, ഇതൊക്കെയാണ് നമ്മുടെ ഒരു PTSDയുടെ സിംറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണും. ഇതൊരു ജസ്റ്റ് ഒരു ഓവർവ്യൂ, ഒരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ തന്നെന്നുള്ളൂ. ഓക്കെ, താങ്ക് യു.